റിപ്പോർട്ട് ബ്രേക്കിംഗ്. BJP ശക്തി കേന്ദ്രമായ കുമ്പളയിൽ പാർട്ടിക്കകത്ത് പൊട്ടിത്തെറി. തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ലെന്ന് ആരോപിച്ച് BJP അംഗമായ ബാങ്ക് ജീവനക്കാരനെ പിരിച്ചുവിട്ടുവെന്നാണ് പരാതി. കുമ്പള സഹകരണ ബാങ്ക് ജീവനക്കാരനായ മഞ്ജുനാഥ് റായിയെയാണ് പുറത്താക്കിയത്. നടപടിക്കെതിരെ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ഇടപെട്ടില്ല എന്നാണ് ആരോപണം. BJP ജില്ലാ പ്രസിഡന്റിനാണ് മഞ്ജുനാഥ് പരാതി നൽകിയത്. നേതൃത്വത്തിനെതിരെ പറഞ്ഞപ്പോഴുള്ള പ്രതികാര നടപടിയാണ് ബാങ്കിലുണ്ടായതെന്നാണ് ആക്ഷേപം. മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു വിഭാഗം പ്രവർത്തകർ വിട്ടുനിൽക്കുകയുമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് കുമ്പള പഞ്ചായത്ത് നടക്കുന്നത്. നമ്മുടെ ഒരു പ്രവർത്തകൻ എല്ലാ കാര്യത്തിലും സംഘത്തിൻ്റെ പ്രവർത്തകനായി പാർട്ടീൻ്റെ പ്രവർത്തനമായിട്ട് പണിയെടുക്കുന്ന ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ സഹകാര ഭാരതി സംഘത്തിൻ്റെ പാർട്ടീൻ്റെ എല്ലാ ആൾക്കാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ട് പോലും അതിനൊരു മറുപടി തരാത്തതാണ് നമ്മുടെ പാർട്ടീൻ്റെ നേതാക്കന്മാർ. തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം നടന്ന അവലോകന സഭയിൽ ഞങ്ങൾ എന്തുകൊണ്ട് പാർട്ടി തോറ്റു അത് ചോദിച്ചപ്പോൾ അവിടെ വാക്ക് തർക്കായി, പ്രവർത്തകരുടെ ഇടയിൽ നേതാക്കന്മാരുടെ ഇടയിൽ വാക്ക് തർക്കായി. ആ പ്രശ്നത്തിലുണ്ടായ ആ ചോദ്യം ചെയ്ത ആളാണ് മഞ്ജുനാഥ് പറയുന്ന ആൾ. അവരെ നിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ ബാങ്കിൻ്റെ ജോലി. എന്താ കാരണം പറയുന്നത് ഇപ്പോൾ അവർ പറയുന്നത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടില്ല എന്ന്. പക്ഷേ എനിക്കറിയാം, കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഈ പ്രതികരണം നൽകിയത് ആരാണ്? ഇപ്പോൾ ഈ മഞ്ജുനാഥ് റായിയെ പുറത്താക്കുമ്പോൾ എന്താണ് ഈ ബാങ്ക് ഇതിൽ പറയുന്ന ഒരു ന്യായീകരണം? ജില്ലാ നേതൃത്വം ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ? സ്മൃതി, കാസർഗോഡ് ജില്ലയിലെ BJPയുടെ ശക്തി കേന്ദ്രമാണ് കുമ്പള സഹകരണ ബാങ്ക് നിയന്ത്രിക്കുന്നത്. ഇതിന്റെ ഭരണസമിതി BJPയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലാണ് ആ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് BJPയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള കുമ്പളയിൽ ഉണ്ടായത്. പല വാർഡുകളിലും ശക്തി കേന്ദ്രമായ വാർഡുകൾ പോലും BJPക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്തു. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത് വന്നു. അതിൽ ചർച്ചയായും വിമർശനവുമായി മുന്നോട്ട് വന്നു. അങ്ങനെ ഈ വിമർശിച്ചവരെയും നേതൃത്വത്തിനെതിരെ തിരിഞ്ഞവരെക്കെതിരെയും പ്രതികാര നടപടി സ്വീകരിക്കുന്നു എന്നതാണ് ഒരു വിഭാഗം പ്രവർത്തകർ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കുമ്പള സഹകരണ ബാങ്കിലെ ജീവനക്കാർ നൈറ്റ് വാച്ച്മാനായിട്ടുള്ള ഈ മഞ്ജുനാഥ് റായിയെ ഒരു കാരണവുമില്ലാതെ അകാരണമായി പുറത്താക്കിയത്. അത് പാർട്ടി പ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നത് പാർട്ടി നൽകിയ ജോലിയാണ്, പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടില്ലെങ്കിൽ അത് പുറത്താക്കും, നടപടിയെടുക്കും എന്ന വിശദീകരണമാണ് നൽകുന്നത്. ഇതിൽ ബാങ്ക് നൽകുന്ന വിശദീകരണം ഈ മഞ്ജുനാഥ് റായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാൾക്കെതിരെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഇന്റേണൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി സ്വീകരിച്ചതെന്നാണ് ബാങ്ക് നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ നടപടി എടുത്തതോടെ ഈ പാർട്ടിയുടെ BJPയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള കുമ്പളയിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. ജില്ലാ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് മഞ്ജുനാഥ് റായിയും അവിടെ ഈ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകരും പരാതി നൽകിയിരുന്നു. ഇതിൽ അടിയന്തരമായി ഇടപെടണം, ഇല്ലെങ്കിൽ ഈ ശക്തി കേന്ദ്രമായിട്ടുള്ള കുമ്പളയിൽ വലിയ തിരിച്ചടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വോട്ട് ചോർച്ച ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ജില്ലാ പ്രസിഡന്റിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അതിൽ തിരിഞ്ഞു നോക്കിയില്ല, അതിൽ ഇടപെട്ടില്ല എന്നതാണ് ഒരു വിഭാഗം പ്രവർത്തകർ പറയുന്നത്. ആ പ്രവർത്തകരുടെ പ്രതിനിധിയാണ് നമ്മോട് സംസാരിക്കുകയും ചെയ്തത്. അവിടുത്തെ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രതികരണത്തിന് തയ്യാറാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൂടുതൽ രൂക്ഷമാവുകയാണ് BJPക്കകത്തെ പ്രശ്നങ്ങൾ. ശരി, കാസർഗോഡ് കുമ്പളയിൽ ഒരു വിഭാഗം പ്രവർത്തകർ BJPയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്.